1962 ലോകം ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് മാറിപ്പോയ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ ഇത്രയും വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. യുക്രൈനിലെ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും മാരകമായ പോരാട്ടമായി തുടരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുമായി റഷ്യ ഇപ്പോൾ ഒരു ഹോട്ട് കോൺഫ്ലിക്റ്റിലാണ് എന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ലോക നേതാക്കൾക്കിടയിലെ വാഗ്വാദങ്ങൾ യുദ്ധഭൂമിക്കും അപ്പുറം നയതന്ത്ര വേദികളിലും ഉയരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ കടലാസ് പുലി എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. റഷ്യ ഒരു കടലാസ് പുലിയെങ്കിൽ റഷ്യയെ നേരിടുന്ന നേറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന സൈനിക സഖ്യം എന്താണെന്ന് പുടിൻ പരിഹാസ രൂപേണ ചോദിച്ചു. ഈ പ്രതികരണം വെറും ഒരു രാഷ്ട്രീയ വാദപ്രതിവാദത്തിനും അപ്പുറം ആഗോള സൈനിക രാഷ്ട്രീയ സമവാക്യങ്ങളിൽ റഷ്യയുടെ സ്ഥാനം, അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ വഴിത്തിരിവുകൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നതെന്ന് ചുരുക്കം. എന്തായാലും സംഭവം ഒന്ന് പരിശോധിക്കാം. ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ട്രംപിന്റെ പേപ്പർ ടൈഗർ, അതായത് കടലാസ് പുലി എന്ന പരിഹാസത്തിലായിരുന്നു. പരിഹാസവും ഭീഷണിയും കലർന്ന രാഷ്ട്രീയം അതെന്താണെന്നൊന്ന് പരിശോധിക്കാം. പേപ്പർ ടൈഗർ എന്ന പ്രയോഗം ലൈറ്റായ അതേസമയം ഒരു ഭീഷണിയെയാണ് സൂചിപ്പിക്കുന്നത്. യുക്രൈൻ സമാധാനത്തിനായി ഭൂമി വിട്ടുകൊടുക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ട ട്രംപ് പിന്നീട് നിലപാട് മാറ്റി റഷ്യയെ പേപ്പർ ടൈഗർ എന്ന് വിളിക്കുകയുണ്ടായി. ഈ വിമർശനത്തോടെയാണ് പുടിന്റെ ശക്തമായ പ്രതികരണം വന്നത്. അങ്ങനെ നേറ്റോയ്ക്കെതിരെ ഒരു ചോദ്യം തിരിഞ്ഞു. പുടിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു കടലാസ് പുലി, പിന്നെ എന്താണ്? പോയി ഈ കടലാസ് പുലിയെ നേരിടുക. നേറ്റോ സഖ്യം മുഴുവനുമായി ഞങ്ങൾ പോരാടുകയാണ്, എന്നിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്, എന്നിട്ടും ഞങ്ങൾ ഒരു പേപ്പർ ടൈഗർ ആണെങ്കിൽ പിന്നെ എന്താണ് നേറ്റോ തന്നെ? ഇതായിരുന്നു പുടിന്റെ വാക്കുകൾ. ഇവിടെ പുടിന്റെ ലക്ഷ്യം ഡൊണാൾഡ് ട്രംപ് മാത്രമായിരുന്നില്ല, നേറ്റോ സഖ്യത്തെ മുഴുവനായിട്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യമാണ് നേറ്റോ. നേറ്റോ നേരിട്ട യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും അവർ യുക്രൈന് നൽകുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ, ആയുധങ്ങൾ, പരിശീലനം എന്നിവയെല്ലാം റഷ്യൻ സൈനിക നീക്കങ്ങളെ ബാധിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയിക്കുകയാണെങ്കിൽ ലോകശക്തികളുടെ കൂട്ടായ്മ നേറ്റോയുടെ സൈനികമായ പ്രസക്തിയെയും അതുപോലെ രാഷ്ട്രീയമായ സ്വാധീനത്തെയും അത് ചോദ്യം ചെയ്യുമെന്ന സൂചനയാണ് പുടിൻ നൽകുന്നത്. റഷ്യക്കെതിരെ മുഴുവൻ നേറ്റോ സഖ്യവും പോരാടിയിട്ടും റഷ്യ മുന്നേറുന്നുണ്ടെങ്കിൽ നേറ്റോയുടെ ശക്തി എത്രത്തോളമാണെന്ന് പുടിൻ ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ടോമഹോക്ക് മിസൈൽ ഭീഷണിയാണ് യുദ്ധത്തിലെ അടുത്ത അപകടകരമായ പടി എന്ന് പറയണം ഇതിനെ. യുക്രൈൻ യുദ്ധം ഏറ്റവും അപകടകരമായ ഒരു വഴിത്തിരിവിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് അമേരിക്ക യുക്രൈന് ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ നൽകുന്നതിനെക്കുറിച്ചുള്ള പുടിന്റെ പ്രതികരണം. ടോമഹോക്ക് മിസൈലുകൾ 1600 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈലുകളാണ്. അവയുടെ കൃത്യതയും പ്രഹരശേഷിയും വളരെ വലുതാണ്. ഈ മിസൈലുകൾ യുക്രൈനിന് ലഭിച്ചാൽ റഷ്യയുടെ ആഴത്തിലുള്ള പ്രദേശങ്ങളിലെ സൈനിക തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ യുക്രൈന് സാധിക്കും. ടോമഹോക്ക് മിസൈലുകൾ കൈമാറ്റം ചെയ്യുന്നത് അപകടകരമായ പുതിയൊരു പടിയായിരിക്കുമെന്ന് പുടിൻ ഗൗരവമായി തന്നെ പറയുകയുണ്ടായി. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഇല്ലാതെ ടോമഹോക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നും പുടിൻ കൂട്ടിച്ചേർത്തു. അതായത് ഈ മിസൈലുകൾ ഉപയോഗിക്കണമെങ്കിൽ അവയുടെ സാങ്കേതിക സഹായത്തിനും അതുപോലെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിനും അമേരിക്കൻ സൈനികർ യുക്രൈനിൽ എത്തേണ്ടി വരും. ടോമഹോക്കുകളുടെ വിന്യാസം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ തികച്ചും ഗുണപരമായി പുതിയ ഘട്ടത്തിലുള്ള വർധനവിന് കാരണമാകുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് റഷ്യ നേറ്റോ ഏറ്റുമുട്ടലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ഇതാദ്യമായി രണ്ട് ആണവ ശക്തികൾ നേരിട്ടൊരു ഹോട്ട് കോൺഫ്ലിക്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് നേറ്റോയുടെ ഭീതിയും പുടിന്റെ പരിഹാസവുമാണ്. റഷ്യ നേറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ആശങ്കകളെയും പുടിൻ ശക്തമായി തള്ളിക്കളയുകയും പരിഹസിക്കുകയും ചെയ്തു. റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിനെയും റഷ്യൻ യുദ്ധവിമാനങ്ങൾ എസ്തോണിയയുടെയും വ്യോമാതിർത്തി ലംഘിച്ചു എന്ന ആരോപണങ്ങളെ പുടിൻ തമാശയായിട്ടാണ് നേരിട്ടത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത റഷ്യൻ ആക്രമണ ഭീതി വെറും അമിതമായ ഭയം മാത്രമാണെന്ന് സ്ഥാപിക്കാനാണ് പുടിൻ ശ്രമിച്ചത്. ഇനി നേറ്റോയോടുള്ള സന്ദേശമാണ്: ഞങ്ങളുമായി സൈനിക മേഖലയിൽ മത്സരിക്കാൻ ആർക്കെങ്കിലും ഇപ്പോഴും ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ അവർക്ക് ധൈര്യമായി ശ്രമിക്കാം. റഷ്യയുടെ പ്രതികാര നടപടികൾ വരാൻ ഏറെ വൈകില്ല. പുടിൻ വെല്ലുവിളിക്കുകയായിരുന്നു ചെയ്തത്. ശാന്തരാകുക, സമാധാനമായി ഉറങ്ങുക, നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക, യൂറോപ്യൻ നഗരങ്ങളിലെ തെരുവുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് നോക്കും എന്നും പറഞ്ഞ് യൂറോപ്പിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പുടിൻ വാക്കുകൾക്ക് മൂർച്ച കൂട്ടുകയും ചെയ്തു. ശരിക്കും റഷ്യ നേറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്നതിനെ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായിട്ടാണ് പുടിൻ ചിത്രീകരിച്ചത്. റഷ്യൻ ആക്രമണത്തെക്കുറിച്ചുള്ള ഭീതി സൃഷ്ടിച്ച് നേറ്റോ അംഗരാജ്യങ്ങളിൽ നിന്ന് യുക്രൈനിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യം പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ടെന്നും പുടിൻ വാദിക്കുന്നുണ്ട്. ഇനി റഷ്യയുടെ വീക്ഷണകോണിൽ യുദ്ധത്തിന്റെ ആഖ്യാനം എന്താണ് എന്നൊന്ന് നോക്കാം. പുടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയെ പാശ്ചാത്യ രാജ്യങ്ങൾ അവഹേളിച്ചതിനും നേറ്റോയെ കിഴക്കോട്ട് വ്യാപിപ്പിച്ച് റഷ്യയുടെ സ്വാധീന മേഖലയിലേക്ക് കടന്നു കയറിയതിനും എതിരെ നടന്ന ഒരു സംഭവമാണ്.
റഷ്യൻ സൈന്യം യുക്രൈനിലെ മുഴുവൻ മുന്നണിയിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് പുടിൻ അവകാശപ്പെടുന്നുണ്ട്. യുക്രൈൻ സായുധ സേനയ്ക്ക് സൈനികരുടെ രൂക്ഷമായ കുറവുണ്ട് എന്നും സൈനികർ കൂട്ടത്തോടെ ഒളിച്ചോടുന്നതായും പുടിൻ ആരോപിച്ചു. യുദ്ധത്തിന്റെ നേട്ടം തങ്ങൾക്കാണെന്ന് സ്ഥാപിക്കാൻ റഷ്യ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശങ്ങളുടെ വിവരങ്ങളും പുടിൻ പങ്കുവയ്ക്കുകയും ഉണ്ടായിട്ടുണ്ട്. ലുഹാൻസ്ക് പ്രവിശ്യയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും, അതുപോലെ ഡൊണറ്റ്സ് മേഖലയുടെ 81%, സപ്പോറിഷിയ, ഖേർസൺ മേഖലകളുടെ 75% എന്നിങ്ങനെ വലിയൊരു ഭൂപ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും പുടിൻ അവകാശപ്പെട്ടു. ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പുടിൻ യുക്രൈൻ ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. എന്നാൽ പാശ്ചാത്യ നേതാക്കളും യുക്രൈനും ഈ യുദ്ധത്തെ ഭൂമി കൈയടക്കൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. റഷ്യയെ പരാജയപ്പെടുത്തിയില്ല എങ്കിൽ പുടിൻ നേറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിക്കാൻ മടിക്കില്ല എന്നും അവർ വാദിക്കുന്നുണ്ട്. തീർച്ചയായും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമല്ലോ. ലോകം ഇനി എങ്ങോട്ട് എന്ന ചോദ്യമാണ് ബാക്കി. പുടിന്റെ ഈ പ്രസ്താവനകൾ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചും ആഗോള സുരക്ഷയെക്കുറിച്ചുമുള്ള ചില പ്രധാന ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. ഒന്ന്, പ്രതിരോധത്തിലെ വർധനവ്. അതായത് ടോമഹോക്ക് മിസൈലുകൾ പോലുള്ള ദീർഘദൂര ആയുധങ്ങൾ യുക്രൈന് നൽകിയാൽ അത് റഷ്യയെ കൂടുതൽ അഗ്രസീവായ നടപടികളിലേക്ക് നയിച്ചേക്കാം. അത് യുദ്ധഭൂമിയെ യുക്രൈനിനും അപ്പുറം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ചർച്ചാ സാധ്യതകൾ കുറയുന്നു എന്നതാണ്. നേറ്റോയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും പുടിൻ നേരിട്ട് വെല്ലുവിളിക്കുമ്പോൾ ഉടനടിയുള്ള ഒരു സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. യുക്രൈൻ സൈനികമായി തളർന്നുവെന്ന് വരുത്തി തീർത്ത് തങ്ങളുടെ വ്യവസ്ഥകൾക്ക് വഴങ്ങാൻ നിർബന്ധിക്കുക എന്ന തന്ത്രമാണ് റഷ്യൻ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അടുത്തത് ആണവ ഭീഷണിയാണ്. ടോമഹോക്കുകളുടെ വിന്യാസം റഷ്യ അമേരിക്ക ബന്ധത്തിൽ പുതിയ ഘട്ടം സൃഷ്ടിക്കുമെന്ന പുടിന്റെ മുന്നറിയിപ്പ്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സൈനിക വർധനവുണ്ടായാൽ അത് ആണവ ഭീഷണികളിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിന്റെ വാക്കുകൾ കേവലം രാഷ്ട്രീയ പ്രതികരണങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് തന്റെ രാജ്യത്തിന്റെ സൈനിക ശേഷിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും പാശ്ചാത്യ ശക്തികൾക്ക് ഒരു റെഡ് ലൈൻ നിശ്ചയിക്കുകയുമാണ് ചെയ്തത്. ഈ ഒരു റെഡ് ലൈൻ മറികടന്നാൽ അത് ലോകത്തെ ഏറ്റവും അപകടകരമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് തള്ളിവിടുമെന്ന മുന്നറിയിപ്പാണ് പുടിൻ നൽകിയത്.